ഇവന്റെ കൈ മുറിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങി. തനിക്ക് തീയൊട്ടും ഏൽക്കില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു. സ്കൂളിൽ വെച്ച് ഒരു ഗുണ്ട അവനെ ചവിട്ടാൻ നോക്കിയപ്പോൾ ചവിട്ടിയവന് തന്നെ പരിക്കേറ്റു. പിന്നീട് അവൻ മുഖത്തിടിച്ചപ്പോഴും ആൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പകരം ഗുണ്ടയുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഇതിന് പ്രതികാരം ചെയ്യാൻ അന്ന് രാത്രി ആൺകുട്ടി സൈക്കിളിൽ വരുമ്പോൾ കാറുമായി പിന്തുടർന്ന ഗുണ്ടകൾ അവനെ ഇടിച്ചു വീഴ്ത്തി. പക്ഷേ ആൺകുട്ടിക്കൊന്നും പറ്റിയില്ല. കാർ ഓടിച്ചയാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. അവനെ കൊല്ലാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ അവന്റെ വീട് കത്തിക്കാൻ തീരുമാനിച്ചു. അമ്മ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ ആ ട്രെയിലർ വീടിന് പുറത്തുനിന്ന് ചങ്ങലയിട്ട് പൂട്ടി വണ്ടിയുമായി വലിച്ച് ഗ്യാസ് ലീക്കുണ്ടാക്കി അതിന് തീയിട്ടു. അവൻ ഓടിയെത്തി അമ്മയെ പുറത്തെത്തിച്ചെങ്കിലും അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. ഇതിനു പകരമായി പിറ്റേന്ന് ഗുണ്ടകൾ പുഴയിൽ കുളിക്കുമ്പോൾ ഒളിച്ചുവന്ന ആൺകുട്ടി സ്വന്തം ഷർട്ട് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ പുഴയിലുണ്ടായിരുന്ന ഗുണ്ടശ്വാസം കിട്ടാതെ മുങ്ങിമരിച്ചു. അടുത്ത ദിവസം കെമിസ്ട്രി ക്ലാസ്സിൽ വെച്ച് അവൻ മറ്റൊരു ഗുണ്ടയെ ദേഷ്യം പിടിപ്പിക്കുകയും അവന്റെ കാമുകിയോട് സംസാരിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന ഗുണ്ട അവന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചെങ്കിലും ആൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പകരം ആസിഡ് ഒഴിച്ചവന്റെ മുഖം തനിയെ ഉരുകിപ്പോയി.